ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയൊരു ഷോപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അത്യാവശ്യം വർക്കുകളൊക്കെ കയറി വരുമ്പം അവർക്ക് ആ ഷോപ്പ് തനിയെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ നമ്മൾ സ്റ്റാഫ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റാഫിനെ വയ്ക്കുമ്പോൾ സാലറി ആണോ കൊടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതോ ഫീസ് റേറ്റിലാണോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർക്ക് ഉത്തരം കൊടുക്കുന്നതിൽ നല്ലത് എല്ലാം കൂടെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വലിയ വലിയ ഷോപ്പുകൾ നടത്തുന്നവർ ഒന്ന് ഇത് കേട്ടാലും അവർ ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമാണെങ്കിൽ ആരും വഴക്കിനൊന്നും വരണ്ട കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നോട് കുറേ പേര് സംശയങ്ങൾ ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. ഇതിലും നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ ഷോപ്പുകളിലും അങ്ങനെ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായിട്ട് പോകുക കേട്ടോ. ലൈക്ക് ഉണ്ടെങ്കിലാണ് കൂടുതൽ നമുക്ക് ഇത്ര ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യാനായിട്ട് എനിക്കതിൽ എല്ലാ ആൾക്കാർക്കും തോന്നും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ച് കാണാൻ തുടങ്ങുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല നല്ല ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് വീഡിയോ വന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കുറേ അധികം വർക്കുകൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് സ്റ്റാഫ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റാഫ് വന്നു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് നമ്മൾ സാലറി ആണോ കൊടുക്കേണ്ടത്, പീസ് റേറ്റ് ആണോ കൊടുക്കേണ്ടതെന്ന്, പീസ് റേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ സാലറി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. നമ്മളൊരു ഷോപ്പ് നടത്തുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റാഫ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സാലറി കൊടുത്ത് സ്റ്റാഫിനെ വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്കൊരു പീസിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ചെയ്യാൻ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും അവർക്ക് പീസ് റേറ്റ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പീസ് റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിൽ പീസ് റേറ്റ് നമുക്ക് കൊടുക്കാം. ഒന്ന് ചെയ്യുന്ന വർക്കിൻ്റെ 50-50 ഓണർക്കും 50 സ്റ്റാഫിനുമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 3-1 നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 600 രൂപയാണ് ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ചാർജെങ്കിൽ 400 രൂപ ഓണർക്കും 200 രൂപ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കും കൊടുക്കാം. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും രണ്ടു കൂട്ടർക്കും നഷ്ടമില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഷോപ്പിൽ നിന്ന് നമുക്ക് മാനേജ് ചെയ്ത് പോകാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല, എന്നാൽ പോലും എല്ലാവരും അറിഞ്ഞിരിക്കണം. സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന സ്റ്റാഫാണെങ്കിലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനിത് പറയാം. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോയി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ മുന്നോട്ട് പോകാം. ഷോപ്പ് നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയും, നമുക്ക് ഒരുപാട് ചിലവുകൾ വരും ഷോപ്പിൽ നിന്ന്. നമുക്ക് ഒരു സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമറും അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന കസ്റ്റമർ ആരാണെങ്കിൽ പോലും നമ്മൾക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു പരിധി കൂടുതൽ വാങ്ങാൻ പറ്റുമല്ല. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവർ ചിലപ്പം ചില ആൾക്കാർ ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും, ചില ആൾക്കാർ ഇതിലും കുറവായിരിക്കും. ഒരാൾ കട നടത്തുവാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ നമ്മളെ വിട്ട് പോകാത്ത രീതിയിൽ വേണം നമ്മൾ അവരെ മാനേജ് ചെയ്യാനായിട്ട്. നമ്മൾ ഒരുപാട് ചാർജ് പറഞ്ഞാൽ കസ്റ്റമർ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന ഡ്രസ്സ് ചിലപ്പം ചെയ്യിക്കുമായിരിക്കും. പിന്നെ നമുക്ക് കസ്റ്റമറെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം നമുക്ക് നമ്മളെക്കാട്ടിലും ചാർജ് കുറഞ്ഞ് ചിലപ്പം അടുത്ത സ്റ്റിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പം തീർച്ചയായിട്ടും അവർ നല്ല രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കസ്റ്റമർ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കാനും പറ്റുകയില്ല. ആ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്ന സ്റ്റിച്ചിങ് ചാർജ് കൊണ്ട് നമ്മൾക്ക് ഈ ഷോപ്പിലെ കാര്യങ്ങളെല്ലാം ഓടിക്കണം. നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടുന്ന മെറ്റീരിയലുകളെല്ലാം വാങ്ങണം, മെഷീൻ കംപ്ലൈൻ്റ് ആയാൽ അതൊന്ന് ശരിയാക്കണം. നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഷോപ്പിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഓരോ മാസവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകണം. നമ്മുടെ സ്റ്റാഫിനുള്ള സാലറി കൊടുക്കണം. പിന്നെ നമ്മുടെ കസ്റ്റമർ നമ്മളെ വിട്ടു പോകരുത്. നമ്മൾ ഇച്ചിരി കൂടുതലെങ്കിൽ നമുക്ക് ഇത്രയും ചിലവുകളുണ്ട്, നമുക്ക് ഇച്ചിരി കസ്റ്റമറുടെ കയ്യിൽ കൂടുതൽ വാങ്ങാം എന്ന് വിചാരിച്ചാൽ കസ്റ്റമർ നമ്മളെ വിട്ടിട്ട് പോകും. അപ്പോൾ ഇതൊന്നും സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് കൈകാര്യം ചെയ്ത് പോകാനായിട്ട്.
അപ്പോൾ നമുക്ക് സ്റ്റാഫിനെ നമുക്ക് സാലറി കൊടുത്ത് നിർത്തുവാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നിർത്തുന്നവരും കാണുമായിരിക്കും കേട്ടോ. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ സാലറി കൊടുത്ത് സ്റ്റാഫിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പീസ് റേറ്റ് ആണെങ്കിൽ നമ്മുടെ വരുന്ന സ്റ്റാഫുകൾ അവർക്ക് കുറച്ചും കൂടെ ഇപ്പം 500 രൂപയ്ക്കാണ് ജോലി ചെയ്യുന്നെങ്കിൽ 2 കൂടെ ചെയ്താൽ ഒരു 700 രൂപയാക്കാം എന്നുള്ളൊരു മനോഭാവം വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ നമ്മുടെ വർക്കുകൾ തീരും, നമ്മുടെ സ്റ്റാഫിന് കുറച്ച് സാലറി കൂടും, നമുക്ക് നമ്മുടെ ഷോപ്പിലേക്കുള്ള വരുമാനവും കൂടും. അപ്പോൾ അങ്ങനെ പീസ് റേറ്റ് ആയിരിക്കും എപ്പോഴും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പീസ് റേറ്റിൻ്റെ 2 രീതിയിൽ പീസ് റേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു സ്റ്റാഫ് കസ്റ്റമർ വരുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ 600 രൂപയ്ക്ക് ഒരു ചുരിദാർ കൊടുക്കുന്നതെങ്കിൽ 300 രൂപ നമ്മുടെ ഓണർക്കും 300 രൂപ ഇത് ചെയ്യുന്ന ആൾക്കും. അങ്ങനെയാണ് 50-50 ഒരു കസ്റ്റമറെ ഡീൽ ചെയ്ത് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. പിന്നെ ഒരു ഉദാഹരണം പറയുന്നത്, നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്ന ആൾ കസ്റ്റമറുടെ ബോഡിയിൽ നിന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു 1000 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പം ആ 1000 രൂപയിൽ 500 രൂപ ഷോപ്പിലേക്കും 500 രൂപ വർക്ക് ചെയ്യുന്ന ആൾക്കുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം 3-1 എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കസ്റ്റമർ വരുമ്പോൾ അവരെ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്ത് നമ്മളുടെ ജോലിക്ക് വന്നിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ 600 രൂപയ്ക്കാണ് ഒരു ഡ്രസ്സ് ഒരാൾ കൊണ്ടു തരുന്നതെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഓണർ വെച്ചിരിക്കുന്ന സ്റ്റാഫോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരെ മാനേജ് ചെയ്ത് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചു. അവരുടെ അളവെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ 600 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിന് 400 രൂപ നമ്മുടെ ഷോപ്പിലേക്കും 200 രൂപ നമ്മുടെ ആ വർക്ക് ചെയ്ത ആൾക്കുമാണ് കൊടുക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ? 600 ആകുമ്പോൾ അതിൻ്റെ 3-1 എന്ന് പറയുമ്പം 400 രൂപ നമ്മുടെ ഷോപ്പിലേക്കും 200 രൂപ നമ്മുടെ ജോലി ചെയ്ത ആൾക്ക്. അപ്പം ജോലി ചെയ്യുന്ന ആൾക്ക് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നമ്മൾക്ക് നെക്കിനുള്ള ക്യാൻവാസ് ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത്, പിന്നെ ഇവർ ഹെമ്മിങ് കൂടുതൽ ആരും ചെയ്യാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു 600 രൂപയിൽ 200 രൂപയെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒപ്പം തന്നെ ഹെമ്മിങ്ങും ഏകദേശം വരുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് കൂടുതൽ ടൈം പോകും. അന്നേരം അവർക്ക് വരുമാനം തീർത്തും കുറവായിട്ട് വരും. അങ്ങനെ ആരും ചെയ്യാറില്ല. നല്ല ഷോപ്പുകളിലൊക്കെ ഹെമ്മിങ്ങിനൊക്കെ ഒരാൾ കാണും, അയണിങ്ങിന് ഒരാൾ കാണും, അതേപോലെ കട്ടിങ്ങിന് ഒരാൾ കാണും, ഡിസൈനർമാർ കാണും മെഷർമെൻ്റ് എടുക്കാനും അവരെ മാനേജ് ചെയ്യാനും ഒക്കെ. അപ്പം അങ്ങനെ കുറേ സ്റ്റാഫുകളൊക്കെ വലിയ ഷോപ്പുകളിലൊക്കെ കാണും. അങ്ങനെ ഉള്ളപ്പോൾ അവരതെല്ലാം മാനേജ് ചെയ്തോളും. സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ സ്റ്റിച്ച് ചെയ്യുക മാത്രമാണ്. അതിൽ ലോക്ക് ചെയ്യാനുണ്ടെങ്കിൽ പോലും ലോക്ക് ചെയ്യാൻ വരെ പീസ് റേറ്റിൽ വയ്ക്കുമ്പോൾ ആൾക്കാർ കാണും. എന്നാലാണ് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരു ദിവസം ഫുള്ള് ഇരുന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണമല്ലോ. അപ്പോൾ ഓരോ ആൾക്കാരും വരുന്നത് അവരുടെ വീട്ടിലേക്കുള്ള കുടുംബ ചെലവുകൾക്കുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരും ജോലിക്ക് പോകുന്നത്. അല്ലാതെ വെറുതെ ആരും ജോലിക്ക് പോകാറില്ല. അപ്പം നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ അവർക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. അതേപോലെ ഷോപ്പിലേക്കും വേണം, ഷോപ്പ് നടത്തുന്ന ആൾക്ക് തീർച്ചയായിട്ടും വേണം. എല്ലാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളൊരു വരുമാനം നമുക്ക് ഈ സ്റ്റിച്ചിങ്ങും കൊണ്ട് ഈ ഒരു ഷോപ്പ് നടത്തുന്നത് കൊണ്ടുണ്ടാകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുമ്പം നമ്മളൊരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ അന്ന് അവരുടെ കയ്യിൽ നിന്ന് ഒരു ചുരിദാറിന് 750 രൂപ വാങ്ങിക്കാൻ ഓർത്ത് വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും കസ്റ്റമർ പിന്നെ നമ്മളുടെ ഷോപ്പിലേക്ക് വരുമല്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു റേറ്റ് അങ്ങനെ പറഞ്ഞെന്ന് വിളിച്ച് അതിൽ കുറവ് വാങ്ങിക്കുന്നതിനും കൂടുതൽ വാങ്ങിക്കുന്നതിനും ഉണ്ട് കേട്ടോ. ആ റേറ്റിനെ ഇനി ആരും കമൻറ്റ് ഇടരുത്. ഇങ്ങനെ റേറ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണമായിട്ട് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന റേറ്റുകളെല്ലാം ഉദാഹരണമാണ്. പല പല ഷോപ്പുകളിലും പല പല ചാർജുകളാണ് വാങ്ങിക്കുന്നത്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് തരുമ്പോൾ 1-2 സ്റ്റാഫിനെയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.